ഞാൻ ഞാൻ അനാഥയാണോ ദേവേട്ട? ഹൃദയം പിളരുന്ന വേദനയോടെ അവൾ അവനെ നോക്കി. അല്ല അല്ല ജെന്നി, നിനക്ക് അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെയുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരി നിനക്ക് ഞാനില്ലേ ജെന്നി? ദേവേട്ട, അവൾ കരഞ്ഞുകൊണ്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. കരയില്ലേടാ, ദൈവം നമ്മളെ ചേർത്ത് വെച്ചത് വെറുതെയല്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. മമ്മി എവിടെ ജെന്നി? മമ്മി റൂമിലുണ്ട് ദേവേട്ട. പപ്പ ഓഫീസിൽ. വാ, കണ്ണു തുടയ്ക്ക്. അവൻ അവളുടെ മുഖം പിടിച്ചെടുത്തു, മുഖം തുടച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇക്കാര്യം നമ്മൾ അറിഞ്ഞെന്ന് തൽക്കാലം മമ്മി അറിയണ്ട. അറിയാലോ, മമ്മിക്ക് സുഖമില്ലാതിരിക്കുന്ന സമയമാണ്. പിന്നെ നീ സമാധാനമായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. കടുവാക്കുന്നേൽ കുര്യച്ചൻ എന്ന പേര് മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന്? അത് ദേവേട്ട, ഞാനും അന്നേരം ഓർത്തു, മുൻപ് എവിടെയോ അത് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ അതിലും വലുതായി നിന്നത് എൻ്റെ പപ്പയും മമ്മിയും. അവളുടെ കണ്ണുകൾ തുളുമ്പി. മതി കരഞ്ഞത്, എന്തിനാ ഇപ്പൊ കരയുന്നേ? ഇന്ന് ഈ നിമിഷം ഇതറിയുന്നത് വരെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടോ ജെന്നി? പൊന്നുപോലെയല്ലേ നിന്നെ അവർ നോക്കിയത്. ഇനി ജന്മം തന്നവർ നിനക്ക് മുന്നിൽ വന്നെന്നിരിക്കട്ടെ, അപ്പോൾ നീ കരുതേണ്ടത് എന്താണെന്നറിയോ? നിനക്ക് രണ്ടച്ഛനും അമ്മയും ഉണ്ടെന്നാണ്. മനസ്സിലായോ? ഒരിക്കലും നിന്നെപ്പോലൊരു കുഞ്ഞിനെ ആരും മനഃപൂർവ്വം ഉപേക്ഷിക്കില്ല. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും. എൻ്റെ പൊന്ന്, ആരെയും വെറുക്കരുത്. എനിക്ക് ഇപ്പം തോന്നുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം, ഇനി നമ്മുടെ ബന്ധം ആരും എതിർക്കില്ല. നമ്മൾ വേഗം തന്നെ ഒരുമിച്ച് ജീവിതം തുടങ്ങും. നിറഞ്ഞ കണ്ണുകളോടെ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടവൻ മുറുകെ പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ജെന്നിക്ക് ഒന്നും മനസ്സിലായില്ല. നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും അകന്നു. മമ്മിയെ കാണണ്ടേ? വേണം. എനിക്കിപ്പോ നിന്റെ മമ്മിയോട് ഒരുതരം കടപ്പാടായതുപോലെ. നിന്റെ മമ്മിയുടെ നല്ല മനസ്സുകൊണ്ടല്ലേ എനിക്ക് നിന്നെ നഷ്ടമാകാതെ കിട്ടിയത്. ദൈവത്തെ പോലെ കാണണം നിന്റെ മമ്മിയെ. എനിക്കും നിനക്കും മറ്റു ചിലർക്കും പുതുജീവൻ നൽകിയ ദൈവം. അവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതൊന്നും ആലോചിക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല അവൾക്ക്. അവൾ റൂമിലേക്ക് നടന്നു. ദേവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ തിരിഞ്ഞു. എന്താ എന്നൊരു ചോദ്യം അവളുടെ കണ്ണിൽ അവൻ കണ്ടു. അവൻ അവളെ വലിച്ചടുപ്പിച്ചു. അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവളുടെ വെള്ളാരം കണ്ണുകളിൽ മാറി മാറി നോക്കി. അത് നിറഞ്ഞു വരുന്നത് കണ്ടതും വിറയ്ക്കുന്ന ചുണ്ടുകളിൽ അവൻ അമർത്തി ചുംബിച്ചു. നീ എൻ്റെ അങ്കിളിൻ്റെ ചോര തന്നെയാണടി. ഈ ദേവൻ്റെ മുറപ്പെണ്ണ്, ദേവൻ്റെ സ്വന്തം. നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് തന്നെയാണ് നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത്. ഇതൊക്കെ അവൻ്റെ ഹൃദയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നാവിൻ തുമ്പ് പറയാൻ മടിച്ചു. എല്ലാം കൂടി ആ പിഞ്ചു ഹൃദയം താങ്ങില്ല എന്നവന് തോന്നി. പിന്മാറാൻ തുനിഞ്ഞ അവളെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തി ചേർത്തു. കൂടുതൽ ആവേശത്തോടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു. അതിൽ നിറഞ്ഞിരുന്നു എല്ലാം. അവളുടെ ഹൃദയം അത് തിരിച്ചറിയുന്നുണ്ട്. കിതച്ചുപോയ അവൻ അവളെ മോചിപ്പിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തു. ഒന്നും ഓർത്ത് വേദനിക്കരുത്. നിനക്ക് ഞാനുണ്ട് എന്നും. നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. അവൾ നിറഞ്ഞ മിഴിയോടെ തലയാട്ടി. വാ. അവളുടെ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് കയറി.
കണ്ണുകൾ അടച്ചു കിടക്കുന്ന സാറയെ കണ്ടതും ജെന്നി വിതുമ്പിപ്പോയി. മമ്മി! ആർത്തലച്ചു വരുന്ന കടൽ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ സാറയുടെ നെഞ്ചിലേക്ക് വീണു. അവർ ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നു. മോളെ ജെന്നി, എന്തിനാ മമ്മി എന്നോടൊക്കെ മറച്ചത്? തുറന്നു പറഞ്ഞാലും ഞാൻ എൻ്റെ മമ്മിയുടെ മോൾ തന്നെയല്ലേ. എനിക്ക് അങ്ങനെയല്ലേ, അതിനല്ലേ കഴിയൂ. സാറ ഞടുങ്ങി വിറച്ചു. മോളെ, ഡാ ജെന്നി. അവർ അവളെ വാരിപ്പുണർന്നു. തുരുതുരെ മുഖത്തുമ്മകൾ കൊണ്ട് മൂടി. എൻ്റെ പൊന്നു മോളെ. മമ്മി! ഇരുവരുടെയും വേദന നിറഞ്ഞ കണ്ണീർ ദേവന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. മനസ്സ് ഒന്ന് ശാന്തമാകുന്നതുവരെ അവരെ കരയാൻ അനുവദിച്ചുകൊണ്ട് അവൻ നിന്നു. പരസ്പരം പരിഭവവും പറഞ്ഞ് ചിണുങ്ങിക്കൊണ്ടും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും അവർ അതിനെ അതിജീവിച്ചു. അവരുടെ ആ ആത്മബന്ധം നോക്കിക്കാണുകയാണ് ദേവൻ. എല്ലാം ഒന്ന് ശാന്തമായതും ദേവൻ മുന്നോട്ട് ചലിച്ചു. മമ്മി! സാറ അവനെ നോക്കി. ആ കണ്ണുകളിൽ സംശയം. മോനല്ലേ ഇന്നലെ രാത്രി? അവർ ചോദിച്ചതും ഇരുവരും ഞെട്ടി പരസ്പരം നോക്കി. ദേവൻ മെല്ലെ തലയാട്ടി. വാ, ഇരിക്ക്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ശരിക്കും പറഞ്ഞാ നീയാ. ഹേ, ഞാനോ? പിന്നല്ലാതെ നീ തന്നെയാ. അലക്സിമോന് പറഞ്ഞു വച്ചിരിക്കുന്ന എൻ്റെ മോളെ തന്നെ വേണം നിനക്ക്, അല്ലേടാ? ഹേ! ഞെട്ടലോടെ ഇരുവരും വാ പൊളിച്ചു. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന മമ്മിയുടെ ആ ഭാവം അവളെ അമ്പരപ്പിച്ചു. മമ്മി, നീ മിണ്ടരുത്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ലേ ജെന്നി? എൻ്റെ മോളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം എന്തായി? നിന്റെ മനസ്സിൽ ഇവനാണെന്ന് നീ പറഞ്ഞോ ഞങ്ങളോട്? മമ്മി! വിശ്വസിക്കാൻ കഴിയാതെ അവൾ വിളിച്ചുപോയി. എന്താടി, ഞെട്ടിയോ നീ? ആൺകുട്ടിയായിട്ടല്ലേ നിന്നെ ഞാനും എൻ്റെ ഇച്ചായനും വളർത്തിയത്. എന്നിട്ട് നീ കാണിച്ചതെന്താ? ശരിയായില്ല ജെന്നി, ഒട്ടും ശരിയായില്ല. ഇങ്ങനെയല്ല ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചത്. നിനക്കൊരാളെ ഇഷ്ടമായ ആദ്യം എന്നോട് പറയും എന്നാണ് ഞാൻ കരുതിയത്. ഇന്നലെ രാത്രി ഇവൻ നിന്ന് കഥകളി കാട്ടുമ്പോൾ ഞാനും കണ്ടിരുന്നു. അലക്സിമോനോട് എന്തു പറയുമെന്ന ടെൻഷൻ. അതാണ് എന്നെ ഇന്നീ ബെഡിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് മറ്റു പലതും ഓർക്കേണ്ട വന്നത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആൻറ്റി! അലക്സിയുടെ ശബ്ദം കേട്ടതും അവർ മിഴിച്ചുപോയി. ദേവൻ നീട്ടിയ ഫോണിലേക്ക് നോക്കിയ സാറ ഞെട്ടി. നിറഞ്ഞ ചിരിയോടെ അലക്സി. മോനെ, ഒക്കെ അറിഞ്ഞു അല്ലേ? ദേവൻ ആൻറ്റിയുടെ അടുത്ത് നിന്ന് വിളിച്ചപ്പോൾ തോന്നി. വിഷമിക്കണ്ട കേട്ടോ, അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനും പപ്പയും പെട്ടെന്ന് തിരിച്ചു പോന്നത്. ദേവൻ നല്ലവനാ ആൻറ്റി. നമ്മുടെ ചട്ടമ്പി അവൻ പൊന്നുപോലെ നോക്കിക്കോളും. ഇത്തിരി വാശി കൂടി ഇനവാ, അത് ആ ചട്ടമ്പി ഒതുക്കിക്കോളും. എന്നെ ഓർത്ത് ആൻറ്റി വിഷമിക്കണ്ട കേട്ടോ, എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അവരുടെ സ്നേഹം ആദ്യം കണ്ടറിഞ്ഞത് ഞാനാ. അങ്കിളിനോട് പറഞ്ഞ് എത്രയും വേഗം അവരുടെ കെട്ട് നടത്തി കൊടുക്കണം കേട്ടോ ആൻറ്റി. ഞാൻ നാളെ തന്നെ നാട്ടിൽ വരുവാ. എനിക്കിവിടെ മടുത്തു. ചിലപ്പോൾ എൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെയാകും ഇത് പെട്ടെന്ന് സോൾവ് ആയത്. അത്രയ്ക്ക് ഞാൻ പുള്ളിക്കാരനെ ശല്യം ചെയ്തു. അവൻ്റെ നിറഞ്ഞ ചിരി സാറയെ ഒന്ന് സമാധാനിപ്പിച്ചു. മോനെ അലക്സി, ദേ ആൻറ്റി, ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഞാനും ആൻറ്റിയുടെ മോൻ തന്നെയല്ലേ. സാറയുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് അലക്സിയുടെ കണ്ണ് നിറഞ്ഞു. ദേ അലക്സി ചായ, എൻ്റെ മമ്മിയെ കരയിച്ചാലുണ്ടല്ലോ. ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് ജെന്നി. അമ്പടി കാന്താരി,
നിനക്ക് നാവുണ്ടോ? ഇന്ന് വരെ നീ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടോടി? അതിനൊക്കെ എൻ്റെ ദേവനെ കണ്ടു പഠിക്കേ. അവൻ എന്നെ വിളിക്കും. ജെന്നി ഒന്ന് ഇളിച്ച് കാണിച്ചു. എന്നാ വൈക്കുവാന്നേ. ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ ഇപ്പം തന്നെ നാട് പിടിക്കണം. എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ കൊതിയാവുന്നു. ശരി ചായ, എത്തിയിട്ട് കാണാം. ദേവൻ പറഞ്ഞു ഫോൺ കട്ടാക്കി. അപ്പോൾ എല്ലാവരും അറിഞ്ഞുള്ള കളിയാ അല്ലേ? അപ്പോൾ പറഞ്ഞു, വേറെ എന്തൊക്കെയുണ്ട് ഞങ്ങൾ അറിയാൻ? ഏയ് വേറെ ഒന്നുമില്ല മമ്മി. ദേവനെ കണ്ണ് കാട്ടിക്കൊണ്ട് ജെന്നി പെട്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലേ? ഇല്ലേ ദേവാ? ഏയ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ചെറുതായി ഒന്ന് കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ. ഹോ, നശിപ്പിച്ചു. ജെന്നി തലയിലടിച്ചു. ഹേ എന്താ? അമ്പരപ്പോടെ സാറ അവരെ നോക്കി. അതേ സാറക്കൊച്ചേ. ദേവൻ അവരുടെ കയ്യും പിടിച്ച് താടിയിൽ കൊഞ്ചിച്ചു. എൻ്റെ തന്തയെ ഒരു ചാക്കോമാഷ. അങ്ങേര് പിടിച്ച മുയലിന് 2 കൊമ്പാണെന്ന് പറഞ്ഞ നമ്മളതങ്ങ് സമ്മതിക്കണം. അത് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷേ അഭിനയത്തിൽ ഓസ്കാർ വാങ്ങിയ അഭിനയെ കെട്ടാൻ പറഞ്ഞ എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ വടാവേ? അതുകൊണ്ട് എൻ്റെ അങ്കിളെ, മനുവങ്കിള് ഒരു അടാറ് പണി അങ്ങൊപ്പിച്ചു. ഞാനും മമ്മിയുടെ ഈ ചട്ടമ്പിയും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് അങ്ങ് നടത്തി. പാവം ഞങ്ങൾ. ഇത് വല്ലതും അറിയുന്നോ? ഒരു പേപ്പർ ഇങ്ങോട്ട് കാട്ടി സൈൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ സൈൻ ചെയ്തു. അല്ലേടാ? പിന്നെ മോനെ ദേവാ, നീ ഒടിയൻ്റെ അടുത്ത് മായ കാട്ടല്ലേ? നിനക്കൊന്നും അറിയില്ലായിരുന്നു അല്ലേടാ? അവർ അവൻ്റെ ചെവിയിൽ പിടിച്ചു. ഇവളുണ്ടല്ലോ, അന്ന് ആരുടെയോ രജിസ്റ്റർ ആണെന്ന് പറഞ്ഞ് പോയപ്പോഴേ എനിക്ക് ചിന്ന ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവളോടെ കുറച്ച് വിശ്വാസം കൂടിപ്പോയി. അതാ പറ്റിയത്. മമ്മി കണ്ണ് നിറച്ചുകൊണ്ട് അവൾ അവരെ കെട്ടിപ്പിടിച്ചു. വേണ്ട വേണ്ട, ഇപ്പോ ഈ സോപ്പ് ഇവിടെ പതയില്ല. ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഞങ്ങൾ എതിര് പറയുമെന്ന് കരുതിയോ മോളെ? സാറയുടെ സ്വരമിടറി. ഇല്ല മമ്മി, അലക്സ് ചായൻ്റെ കാര്യം ഇടയിലുള്ളോണ്ട് പറയാൻ. ജെന്നി നിർത്തി. സാരമില്ല, കഴിഞ്ഞില്ലേ ഒക്കെ. ഇനിയിപ്പോ നല്ല രീതിയിൽ കെട്ടങ്ങ് നടത്താം. ദേവാ, നിന്റെ വീട്ടിലറിയുവോ ഇക്കാര്യം? ആ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാ കുറച്ച് മുന്നേ നടന്നത്. SP എൻ്റെ വല്യച്ഛനാ. ഓ, അപ്പം അതാണ് ഭൂതകാലം തപ്പി ഇറങ്ങിയതല്ലേ? സാരമില്ല, അതുകൊണ്ടിപ്പോൾ പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിച്ചില്ലല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജെന്നി ഞങ്ങളുടെ മോളല്ലാതാവുന്നില്ല അല്ലേടാ? അതെ മമ്മി. അവരുടെ കഴുത്തിൽ കൈയിട്ട് ചുറ്റി അവൾ അവരുടെ കവളിൽ ഉമ്മ വച്ചു. ദേവന്റെ മുഖത്ത് ഒരു ചിന്ന കുശുമ്പ് മിന്നി മറഞ്ഞു. മമ്മി തന്നെയാ എന്നും എൻ്റെ മമ്മി. ആ സ്ഥാനം ഒരിക്കലും മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. ജെന്നി ഉറപ്പോടെ അത് പറയുമ്പോൾ ദേവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇളകി മറിയുന്ന കടലിലേക്ക് നോക്കി മന്ദഹസിച്ച് നിൽക്കുകയാണ് ശങ്കർ. അങ്കിൾ. ദേവന്റെ ശബ്ദം അയാളെ ഉണർത്തി. ഹാ, നീ വന്നോ? അങ്കിൾ, ടീച്ചർ. നീ വിളിക്കുമ്പോൾ ഞങ്ങളൊന്നിച്ച് ഒരു സദ്യക്ക് വട്ടം കൂട്ടുകയായിരുന്നു. പെട്ടെന്ന് കാണണമെന്ന് നീ നിർബന്ധം പറഞ്ഞപ്പോൾ അന്ന പറഞ്ഞു ബാക്കി അവൾ ചെയ്തോളാന്ന്. അതാ ഞാനിങ്ങ് പോന്നത്. എന്താ കണ്ണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം? വല്യച്ഛൻ വീട്ടിൽ വന്നു. ആഹാ, അങ്ങനെ ഒരു സംഭവം നടന്നോ? നന്നായി. എത്ര കാലത്തെ പിണക്കവാ. ആട്ടെ, എന്തിനാ വന്നത്? ദേവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി.
കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. സാറയെ കണ്ടതും അവിടെ നടന്നതും കേട്ടപ്പോൾ അയാളുടെ മുഖത്ത് മാറി മാറി വിരിയുന്ന ഭാവങ്ങൾ. കണ്ണാ, അപ്പോ അലക്സ് പറഞ്ഞത് എൻ്റെ മോളാണ് ജെന്നി അല്ലേ? അയാളുടെ മുഖത്തെ സന്തോഷം, കണ്ണിലെ തിളക്കം. അതെ അങ്കിൾ, എനിക്ക് അപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷെ ജെന്നിയോട് പറയാൻ എനിക്ക് സാരമില്ല മോനെ. എൻ്റെ കുഞ്ഞ്, അല്ല ഞങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. മതി, അത് മാത്രം മതി. ഞാനിനി എൻ്റെ അന്നയോട് എല്ലാം പറയാൻ പോവാ. അവൾക്കിന്നും അറിയില്ല കണ്ണ, ഇങ്ങനെ ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ടെന്ന്. അതറിയുമ്പോൾ എൻ്റെ അന്ന എന്തുമാത്രം സന്തോഷിക്കും. അതെനിക്ക് കാണണം കണ്ണ. അയാൾ വയ്യാത്ത കാലുമേന്തി നടക്കാൻ തുടങ്ങിയതും ദേവൻ അയാളുടെ കയ്യിൽ പിടിച്ചു. അയാൾ സംശയത്തിൽ അവനെ നോക്കി. എന്താ കണ്ണ? അങ്കിൾ, ഞാനൊന്നു പറഞ്ഞ അങ്കിള് കേൾക്കുവോ? എന്താ കണ്ണ? അയാളുടെ മുഖം ചുരുങ്ങി. അങ്കിൾ, ഇതൊരിക്കലും ടീച്ചർ അറിയരുത്. കണ്ണ. അതെ അങ്കിൾ, പ്ലീസ്. ടീച്ചർ അവളെ തേടി ചെന്ന ആ അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. അവർ ഹൃദയം പൊട്ടി മരിച്ചു പോകും. അത്രയ്ക്ക് സ്നേഹം അങ്കിൾ അവർക്ക് ജെന്നിയോട്. ആരും തിരക്കി വരില്ലെന്ന് പൂർണ്ണ ബോധ്യത്തോടെയാണ് അവളുടെ അമ്മ ഇന്ന് മനസ്സിലുറപ്പിച്ച് അവർ വളർത്തിയ കുഞ്ഞാ ജെന്നി. അങ്കിളിൻ്റെ കണ്ണുകളാണ് അവൾക്കെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ സത്യമായി. പക്ഷെ അങ്കിൾ, ഇനിയും ടീച്ചർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മതി അങ്കിൾ. സാറയുടെ മകളായി തന്നെ അവളിരുന്നോട്ടെ. ടീച്ചറുടെ വയറ്റിൽ ജന്മം കൊണ്ടുവന്നല്ലാതെ മറ്റൊന്നും ടീച്ചർക്കറിയില്ല. പക്ഷേ നൊന്തു പ്രസവിക്കാതെയും അമ്മയായ സ്ത്രീയാ സാറ എന്ന മാലാഖ. അവരുടെ ചൂടിലാ അവൾ വളർന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിനെ തിരുത്തണോ അങ്കിൾ? ആ അമ്മ മനസ്സ് വേദനിപ്പിക്കണോ? വീട്ടിൽ മാത്രം നമുക്കിത് പറയാം. പക്ഷേ ടീച്ചർ ഇത് അറിയണ്ടങ്കിൾ. അങ്കിളിനറിയാലോ ജെന്നി അങ്കിളിന്റെ ചോരയാണെന്ന്. അത് പോരെ അങ്കിൾ? കുറേ ആളുകളുടെ സന്തോഷത്തിന് വേണ്ടി നമുക്കിത് മറച്ചു വച്ചുകൂടെ അങ്കിൾ? ദേവന്റെ ആവശ്യം അയാളുടെ മനസ്സിനെ ഉടച്ചു. അയാൾ പൂഴിമണലിലേക്ക് മുട്ടുകുത്തി. അങ്കിൾ. ദേവൻ അയാളെ താങ്ങി. നിമിഷങ്ങളോളം അയാൾ ആ ഇരിപ്പ് തുടർന്നു. ഒരു തീരുമാനത്തിലെത്താൻ അയാൾക്ക് കുറച്ച് സമയം ആവശ്യമാണെന്ന് ദേവൻ അറിയാമായിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടു. ദേവൻ ക്ഷമയോടെ കാത്തിരിപ്പ് തുടർന്നു. അവസാനം അയാൾ മുഖമുയർത്തി ദേവനെ നോക്കി. കണ്ണ, നീ പറഞ്ഞതാണ് ശരി. ഈ ലോകത്തിൻ്റെ മുന്നിൽ അവരാണ് എൻ്റെ മോളുടെ പേരൻസ്. അതിനി അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എനിക്കറിയാലോ അവളെൻ്റെ മോളാണെന്ന്. മതി, അത് മതി. എൻ്റെ കുഞ്ഞിനെ ആദ്യം കണ്ട നിമിഷം അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. അവളെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊക്കെ വല്ലാതെ മിടിച്ചു. എന്തോ എന്നിൽ സംഭവിക്കുന്നത് പോലെ. ചിലപ്പോൾ എൻ്റെ അന്നയ്ക്കും അങ്ങനെയായിരിക്കും. രക്തത്തെ തിരിച്ചറിയുമല്ലോ, അല്ലേ കണ്ണ? അങ്കിൾ. ദേവൻ അയാളെ കെട്ടിപ്പിടിച്ചു. വിഷ്ണു, നീയൊന്നും പറഞ്ഞില്ല. ഏട്ടനിത് എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ അന്തസ്, അഭിമാനം അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് തുള്ളണമെന്നാണോ? നടക്കില്ലേട്ടാ. എന്തൊക്കെ പറഞ്ഞാലും അത് നടത്തില്ല ഞാൻ. അതിനി അവളെ കൊല്ലേണ്ട വരുമെങ്കിൽ അങ്ങനെ. വിഷ്ണു, അങ്ങനെ ആ കൊച്ചിനെ ഇല്ലാതാക്കിയ പിന്നെ നിന്റെ മോൻ്റെ അവസ്ഥ
നീ ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ ഹൃദയത്തിൽ അത്രമേൽ പതിഞ്ഞുപോയി ആ കൊച്ച്. അതിനി ആരുടെ ചോരയാണെങ്കിലും അവന് അവളെ മാത്രം മതിയെന്നാണ്. അവൻ അവളെ മതിയെങ്കിൽ പിന്നെ നമുക്കെന്താടാ? അവന്റെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. ഏട്ടൻ ഇതൊന്നും അല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. വേണ്ടത് ചെയ്യാനറിയാം എന്നല്ലേ? പിന്നെന്താ ഇപ്പോ ഒരു നിറമാറ്റം? എടാ, ആ സ്ത്രീ സാറ, അവരുടെ കണ്ണീർ വേണ്ടടാ, അവരുടെ പ്രാണനാ ആ കൊച്ച്. അതിനെ നീ ഒന്ന് കാണണം. എന്തൊരു ഐശ്വര്യാണെന്നറിയോ? ആരും നോക്കി നിന്നു പോവും. ഓഹോ, എന്നിട്ടാണോ ഏട്ടൻ അതിനെ വിക്രമിന് എറിഞ്ഞു കൊടുത്തത്? എടാ, അപ്പോ ഞാനതിനെ കണ്ടിട്ടില്ലല്ലോ. വിഷ്ണു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. നമ്മുടെ ദേവന് അവളെ ജീവനാ. അത് മനസ്സിലാക്കിയവനാ ഞാൻ. അതിനു മുന്നേ അത് മനസ്സിലാക്കി അവരെ ഒന്നിപ്പിച്ചത് മനുവാ. അവരെ ജീവിക്കാൻ വിട്ടാ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നീ സമാധാനമായൊന്ന് ചിന്തിക്ക്. ഇഷ്ടമുള്ള മനസ്സുകൾ തമ്മിൽ ഒന്നിച്ച് ജീവിതം തുടങ്ങട്ടെ. അതിനീ ജാതിയും മതവും തടസ്സം പറഞ്ഞ് സ്നേഹത്തെ നശിപ്പിക്കണ്ടെന്നാ എനിക്ക്. ഞാൻ പോവാ. ഇനി നിന്റെ ഇഷ്ടം. വിഷ്ണു ആലോചനയോടെ സെറ്റിയിൽ വീണു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ ഇനി ജീവനോടെ വേണ്ട. അയാൾ ഫോൺ എടുത്തു. ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു. പീറ്ററേ, ഒരു പണിയുണ്ട്. ബിസിനസ്മാൻ മാനുവൽ അറിയോ? അയാളുടെ ഒരേ ഒരു മകൾ ജെന്നിഫർ. അവളിനി അടുത്ത സൂര്യോദയം കാണരുത്. പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഫോൺ കട്ടാക്കി അയാൾ സെറ്റിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. സ്റ്റോറി ഫോളോ ചെയ്യുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യണം കേട്ടോ. എന്താ എല്ലാവരും മറക്കുന്നേ? ഞാൻ വൈകിട്ട് ഒരു പാർട്ട് കൂടി തരണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് നോക്കിയിട്ടാകും. ഓക്കെ? ഹൈപ്പ് ഓപ്ഷൻ നേരത്തെ ഇല്ലായിരുന്നു. മോണി പോയപ്പോൾ അതും പോയിരുന്നു. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഹൈപ്പ് ചെയ്യണേ, മറക്കല്ലേ.